ഒരുപാട് ദിവസമായിട്ട് പോകണമെന്ന് ആഗ്രഹിച്ച ഒരു സ്ഥലത്തേക്ക് കേട്ടോ ഞങ്ങൾ ഇന്നീ പോണത്. തനൂട്ടിയാണെങ്കിലോ കുറേ ദിവസമായിട്ട് പറയാണ് എനിക്കിതേ ഇവിടെ വരണമെന്ന്. നിങ്ങൾക്കറിയോ ഞങ്ങൾക്ക് എടക്കരേന്ന് കുറ്റിയാടിക്ക് നല്ല ദൂരമുണ്ട്. അങ്ങനെ തനൂട്ടിന്റെ ഒരു ആഗ്രഹപ്രകാരമാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിയത് തന്നെ. ഇവിടെ പിന്നെ കുട്ടികൾക്ക് മാത്രമല്ല നമുക്ക് വലിയ ആൾക്കാർക്കും ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരുപാട് സംഭവങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റികൾ ഇവിടെ ഉണ്ട്. ഇതിന്റെ അകത്ത് തന്നെ നമുക്ക് ഫുഡ് കോർട്ടും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. അത് മാത്രമല്ല കുട്ടികളുടെ കൂടെ റൈഡിൽ നമുക്കും കയറാട്ടോ. അങ്ങനെ എന്തായാലും അവരെ പോലെ തന്നെ നമുക്ക് നല്ല പോലെ എൻജോയ് ചെയ്യാം. സത്യം പറയുകയാണെങ്കിൽ രാവിലെ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നമ്മൾ സമയം പോണതേ അറിയില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഓരോ റൈഡിൽ കയറിട്ടോ മക്കളുടെ കൂടെ തന്നെ. എന്തായാലും ഇന്നത്തെ ഒരു ദിവസം അടിപൊളിയായിരുന്നു. വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കൂടെ ചേച്ചിയും പിള്ളേരും എല്ലാവരും ഉണ്ടായിരുന്നു. എന്തായാലും അത്രയും ദൂരം ഞങ്ങൾ ട്രാവൽ ചെയ്ത് ഇങ്ങോട്ടേക്ക് വരണമെന്നുണ്ടെങ്കിൽ അത്ര അടിപൊളിയായിട്ടായിരിക്കില്ലേ? അതെ, അത്രയും സൂപ്പറാണ് ഈ ഒരു പാർക്ക്. നമുക്കാണെങ്കിലും എക്സ്പ്ലോർ ചെയ്യാനും ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അതേപോലെ കിഡ്സിനൊക്കെ പറ്റിയിട്ട് ചെറിയ സിപ്പ് ലൈനും ഇവിടെയുണ്ട്. ഇതിന് മുന്നേ ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ പൂളിന്റെ വർക്ക് നടക്കുന്നേ ഉള്ളൂ കേട്ടോ. പക്ഷെ ഇപ്പൊ വന്നപ്പോഴേക്കും പൂളൊക്കെ നല്ല അടിപൊളിയാക്കി സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നവര്. പിന്നെ ഞങ്ങൾ നേരെ ഇങ്ങോട്ടേക്ക് നമ്മുടെ പൂളിലൊക്കെ ഒന്ന് കുട്ടികളുടെ കൂടെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ തന്നെ ഞങ്ങൾ പല പല ആക്ടിവിറ്റികളും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല സൂപ്പർ ആയിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ ബാച്ചിലേഴ്സ് ആയിട്ടോ ഒക്കെ ഒന്ന് നിങ്ങൾക്ക് അടിച്ചു പൊളിക്കാം. അതിനൊക്കെ പറ്റിയൊരു അടിപൊളി പാർക്കാണിത്. അങ്ങനെ പൂളിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം പിന്നെ നമ്മൾ ടോയ് കാറും അതേപോലെ ഇവിടെ JCB കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെ അതൊക്കെ നമ്മളൊന്ന് എക്സ്പീരിയൻസ് ചെയ്തു. അതിനുശേഷം പിന്നെ നമ്മൾ നേരെ ഇവിടുത്തെ ഒരു അടിപൊളി പരിപാടി കാണാൻ പോവാട്ടോ. ഈ ഒരു പ്രോഗ്രാമിന് എന്തോ ഒരു പേര് പറഞ്ഞായിരുന്നു, പക്ഷെ ഞാനത് മറന്നുപോയി. എന്തായാലും 1 അവർ നമ്മളവരെ ഇരുത്തി കളയും. അത്രയ്ക്ക് നല്ല അടിപൊളി പരിപാടിയായിരുന്നു. പിന്നെ നമ്മുടെ ആഫ്രിക്കൻസിന്റെ കുറെ ഡാൻസ് കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ രാവിലെ ഇങ്ങോട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ രാത്രി ആവുന്നവരെ നമുക്ക് ഇവിടെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. ഇതേപോലെ ഇവരുടെ ഈ ഒരു പരിപാടി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഒന്നും കൂടെ റൈഡിലൊക്കെ ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിനെല്ലാം പുറമെ നമുക്ക് ഇവിടെ DJ ഹാളും കൂടെ വരുന്നുണ്ട്. അങ്ങനെ ഫയർ ഡാൻസ് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ ലൊക്കേഷൻ മറക്കണ്ട, നമ്മുടെ കുറ്റ്യാടി ആക്റ്റീവ് പ്ലാനറ്റ്.